സ്തോത്രം. ദൈവം നമ്മളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഒന്ന് ശമൂവേൽ സ്തോത്രം 16-17 വായിച്ചു വരുമ്പോൾ ശമൂവേൽ ഇഷായിയുടെ ഭവനത്തിൽ വരുന്നൊരു സംഭവം നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അതിനകത്ത് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കർത്താവ് പറയുന്നൊരു വാക്ക്, മനുഷ്യൻ നോക്കുന്നത് പോലെയല്ല ഞാൻ നോക്കുന്നത്, ഞാൻ ഹൃദയങ്ങളെ നോക്കുന്ന ഒരു ദൈവം. അത് നിങ്ങൾ വായിക്കണം. കാരണം ഞായറാഴ്ച തോറും സ്തോത്രം നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ആരാധനയ്ക്ക് പോകുന്നുണ്ട്, ദൈവത്തെ ആരാധിക്കുന്നുണ്ട്, എല്ലാം സന്തോഷം. പക്ഷെ ഹൃദയം എവിടെ ഇരിക്കുന്നുണ്ട് നോക്കണം. ഹൃദയം സ്തോത്രം ഏത് ഭാഗത്ത്, അതായത് സാത്താൻ്റെ തന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയത്തിൽ എപ്പോഴും ഭാരങ്ങളെ കയറ്റിവിടണം. വഴക്ക്, നുണ, പ്രശ്നങ്ങൾ, ഇതെല്ലാം ഇങ്ങനെ അടിക്കടി ഹൃദയത്തിലേക്ക് വന്നുകൊണ്ടിരിക്കണം. അങ്ങനെ വരുമ്പോൾ ഏറ്റവും കൂടുതലും സാത്താൻ അതിനകത്ത് കയറി ഇടപെടാൻ പറ്റും. പക്ഷേ മറിച്ച് യോശുവായുടെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ യോശുവായോട് പറയുന്നു, മോശയുടെ ന്യായപ്രമാണം നീ രാപ്പകൽ ധ്യാനിക്കണം. അത് വിട്ട് നീ ഇടത്തോട്ടോ വലത്തോട്ടോ എന്ത് ചെയ്യരുത്, മാറിപ്പോകരുത്. നീ എവിടെ പോയാലും സ്തോത്രം, നീ എന്തൊക്കെ ചെയ്താലും ഞാൻ നിന്നോട് കൂടിയുള്ള ഒരു ദൈവം. അപ്പോൾ ഒരു യുദ്ധക്കളത്തിലാണ് സ്തോത്രം പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ ദൈവമക്കൾ ആയിരിക്കുന്നത്. യുദ്ധക്കളം മറക്കരുത്. യുദ്ധം യഹോവയ്ക്കുള്ളത്. യുദ്ധക്കളത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് നമ്മുടെ മൈൻഡിൽ, നമ്മുടെ രീതിയിലാണ് ആ യുദ്ധം നടക്കണമെങ്കിൽ നമ്മൾ തോറ്റിരിക്കും. സ്തോത്രം, ഡെഫിനറ്റ്ലി നമ്മൾ തോറ്റിരിക്കും. കാരണം നമ്മളുടെ മൈൻഡിലാണ് അത് ചെയ്യുന്നത്, നമ്മളുടെ ഇൻട്രസ്റ്റിലാണ് അത് ചെയ്യുന്നത്. ഇവിടെ ദാവീദിൻ്റെ ഭവനത്തിൽ ശമൂവേൽ വരുന്നു. ആ ശമൂവേലിന് പോലും ഇഷായിയുടെ ഭവനത്തിനകത്ത് കയറി വരുമ്പോൾ മൂത്ത മകനെ വിളിച്ച് ഫ്രണ്ടിൽ നിർത്തുമ്പോൾ പെട്ടെന്ന് ശമൂവേൽ ചാടി എണീക്കുമ്പോൾ കർത്താവ് അരുത് എന്ന് സംസാരിക്കുന്നുണ്ട്. കാരണം ഒരു പ്രവാചകനാണ്, ആ പ്രവാചകൻ ഒരിക്കലും ആൾ തെറ്റത്തില്ല എന്നൊക്കെയാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ആൾ തെറ്റും. പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടാതെ സ്തോത്രം നമുക്കൊരു ദൂത് ഒരു വ്യക്തിയോട് സംസാരിക്കാൻ പറ്റില്ല. ഞാൻ ഒത്തിരി സ്ഥലത്ത് പ്രസംഗിക്കാൻ പോയിട്ടുമുണ്ട്, പ്രസംഗം കേൾക്കാൻ പോയിട്ടുണ്ട്, പ്രസംഗിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ജനത്തിനെ വളരെ മുഷിവ് വരാത്ത രീതിയിലാണ് ഓരോരുത്തർ, എല്ലാവരും അല്ല, ചിലവർ പ്രസംഗിക്കുന്ന കേട്ടിട്ടുള്ളത്. ഇപ്പം പ്രസംഗത്തെ മാർക്കിടാൻ അളക്കാനൊന്നും ഞാൻ ആളല്ല. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു വ്യക്തി പ്രസംഗിക്കുമ്പോൾ കേൾക്കുന്ന ജനത്തിന് വേണ്ടത് മാനസാന്തരം വരണം. യഥാർത്ഥത്തിൽ ദൂത് സ്തോത്രം നിനക്ക് കാറ് കിട്ടും, വീട് കിട്ടും, പണം കിട്ടും എന്നൊന്നുമല്ല. യേശു തന്നെ സംസാരിച്ചത് ഇത്രയേ ഉള്ളൂ, സ്വർഗരാജ്യം. അതുകൊണ്ട് ഞാൻ എപ്പോഴും പലരുടെയൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ മരിച്ചാൽ എങ്ങോട്ട് പോകും, എവിടെ പോകും, എവിടെയാണ് പോവേണ്ടത് എന്നൊരു വലിയ ബോധമുണ്ട്. പക്ഷെ ബൈബിൾ വ്യക്തമായിട്ടുണ്ട്, സ്വർഗവും ഉണ്ട്, നരകവും ഉണ്ട്. നമ്മളെവിടെ പോകും? ഈ പറഞ്ഞു വന്നത്, നീ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ നിൻ്റെ ഹൃദയമാണ് ദൈവം നോക്കുന്നത്. നീ പാട്ട് പാടുമ്പോൾ, നീ ആരാധിക്കുമ്പോൾ, നീ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴെല്ലാം ദൈവം നോക്കുന്നത് നിൻ്റെ ചന്തം, ഗ്ലാമർ, നല്ല വാക്ക്, ഇതൊന്നുമല്ല, നല്ല പ്രസംഗവും അല്ല. പ്രസംഗിക്കുന്ന വ്യക്തി, അതായത് ഇപ്പം ഞാനും നിങ്ങളുടെ മുമ്പിൽ ദൈവവചനം സംസാരിക്കുകയാണ്, എൻ്റെ ഹൃദയത്തിൽ എന്തെങ്കിലും വിഷയമോ കോപമോ വെറിയോ വൈരാഗ്യമോ പാസ്റ്റർമാരടുത്തുള്ള ഭയങ്കരമായിട്ടുള്ള ഇതുണ്ടെങ്കിൽ ഞാൻ പ്രസംഗിക്കാൻ പറ്റൂല. എന്നെ കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ എനിക്ക് അഭിനയിക്കാൻ പറ്റും, ഒരു പാസ്റ്ററെ പോലെ നിങ്ങളുടെ മുമ്പിൽ എനിക്ക് അഭിനയിക്കാൻ പറ്റും. പക്ഷേ നിങ്ങളുടെ മുമ്പിലാണത്, ദൈവത്തിന് മുമ്പിൽ നടക്കില്ല. കാരണം കർത്താവിന് എൻ്റെ ഹൃദയത്തെക്കുറിച്ച് നന്നായിട്ട് അറിയാം. സ്തോത്രം, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിന്നിലുണ്ടെങ്കിൽ ദൈവം വലിയ പ്രവൃത്തികളെ നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും. അതുകൊണ്ടല്ലേ യേശു കർത്താവ് പറഞ്ഞ എന്താ, ഹൃദയം നിറഞ്ഞു കവിയുന്നത് വാ പ്രസ്താവിക്കും. അപ്പോൾ ഒരു ദിവസം 24 മണിക്കൂറുണ്ടെങ്കിൽ അതിൻ്റെ പകുതിയെങ്കിലും നമ്മൾ ദൈവത്തിന് കൊടുക്കാൻ പഠിക്കുക. എന്നെ സംബന്ധിച്ച് മുഴുവനും കൊടുക്കുന്നതാണ് എനിക്കിഷ്ടം. സ്തോത്രം, പകുതിയെങ്കിലും. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒത്തിരി ടെൻഷൻ, ഒത്തിരി പ്രശ്നങ്ങൾ, ഒത്തിരി വ്യാകുലതകളൊന്നും കയറി വരില്ല. കാരണം പരിശുദ്ധാത്മാവ് ഹൃദയത്തിലാണ് വസിക്കുന്നത്. ദൈവവചനം നമ്മൾ ഇടവിടാതെ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് വിശ്വാസത്തിൻ്റെ വാക്ക് നമ്മുടെ വായിൽ നിന്ന് പുറത്തു വരും. ഒരു വ്യക്തി, ഇപ്പോൾ ഒരു പാസ്റ്റർ ആകട്ടെ, ആ പാസ്റ്ററിൻ്റെ അടുക്കെ ഒരു വ്യക്തി വരെയാണ്, ആ വ്യക്തിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽ നമ്മുടെ കണ്ണ് വെച്ച് നോക്കിയാൽ കാണാൻ പറ്റും. പക്ഷെ അത് യഥാർത്ഥമല്ല. സ്തോത്രം, ആ പുള്ളിക്കാരൻ്റെ സംസാരം, സ്തോത്രം പറച്ചിൽ, ഇരിപ്പൊക്കെ കാണുമ്പോൾ പുള്ളി എന്തൊക്കെയോ ആണെന്നുള്ളൊരു ചിന്ത നമ്മളിലുണ്ടാകും. യഥാർത്ഥത്തിൽ ശമൂവേലിന് പറ്റിയത് അതാണ്.
സ്തോത്രം. ഇഷായിയുടെ മൂത്ത മകനായ വിളിച്ച് ഫ്രണ്ടിൽ നിർത്തുമ്പോൾ ശമൂവേൽ ചാടി എണീറ്റ് കർത്താവ് പറഞ്ഞ ഞാൻ അവനെ തള്ളി. ഒന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെ ഒരു പ്രവാചകനാണ്, ദൈവം അയച്ച ഒരു വ്യക്തിയാണ് ശമൂവേൽ. ആ ശമൂവേൽ ആ ദേശത്ത് വരുമ്പോൾ ദേശനിവാസികളെല്ലാം പേടിച്ച് നിൽക്കുകയാണ്, നിൻ്റെ വരവ് ശുഭമാണോ? ഇത്രയും പവർഫുള്ളായ ഒരു മനുഷ്യനാണ് ശമൂവേൽ. അപ്പോൾ ദൈവത്തിൻ്റെ പ്രവാചകൻ. ശ്രദ്ധിക്കേ, ഇതിൽ കൂടി നിന്നോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് നീ ഒരു പാസ്റ്റർ എന്ന നിലവാരത്തിലല്ല ദൈവം നിന്നെ കണ്ടിരിക്കുന്നേ, ഒരു പ്രാർത്ഥനക്കാരൻ എന്ന നിലവാരത്തിലല്ല നിങ്ങളെ കണ്ടിരിക്കുന്നേ. കർത്താവിൻ്റെ മെസഞ്ചർ, കർത്താവിൻ്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് ജനത്തോട് വിളിച്ചു പറയത്തക്ക നിലവാരത്തിൽ നിൻ്റെ ഹൃദയവും ദൈവവുമായിട്ടൊരു കണക്റ്റിംഗ് വേണം. ഒരു കണക്ഷൻ ഇല്ലെങ്കിൽ പിന്നെ എന്ത് സംസാരിക്കും? അവിടെ സ്തോത്രം ദാവീദ് എണീറ്റത് നല്ല പൊക്കം, നല്ല സൈസ്. കാരണം ഈ ശകുലിനെ അങ്ങനെയാണല്ലോ സ്തോത്രം സെലക്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. പെട്ടെന്ന് ചാടി എണീറ്റു. കർത്താവ് പറഞ്ഞല്ല, ഇതൊന്നുമല്ല. അങ്ങനെ ആ 7 പേരെയും റിജക്റ്റ് ആക്കി. പക്ഷെ ആ ഭവനത്തിനകത്ത് ഈ 7 പേരിൽ 3 പേര് ശൗലിനോടൊപ്പം യുദ്ധക്കളത്തിൽ നിൽക്കുന്ന വ്യക്തികളാണ്, അവനോടൊപ്പം നടക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ വീട്ടുകാർക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി, നമ്മുടെ മക്കൾ, നമ്മുടെ കൂടെയുള്ളവരൊക്കെ വീട്ടിനകത്ത് പെരുമാറുന്നതും സഭയിൽ വന്ന് പെരുമാറുന്നതും രണ്ടും രണ്ടാണ്. സ്തോത്രം. പക്ഷെ ഇവിടെ കർത്താവ് ആഗ്രഹിക്കുന്നത് നിന്റെ ഹൃദയത്തിൽ ഇടപെടുന്ന ഓരോ സ്വഭാവത്തെയും ഓരോ വിഷയത്തെയും നീ തട്ടിക്കളഞ്ഞില്ലെങ്കിൽ, അതിൻ്റെ അർത്ഥം പ്രാർത്ഥിച്ച് നീക്കിക്കളഞ്ഞില്ലെങ്കിൽ, സ്തോത്രം, ദൈവം നിന്നോട് ഇടപെടില്ല. ഹല്ലേലൂയ. അവിടെ ഈ ശകുലിനെ തള്ളി ശമൂവേൽ ഒത്തിരി കരഞ്ഞു പ്രാർത്ഥിച്ചു. കർത്താവ് പറഞ്ഞു ഞാൻ അവനെ തള്ളി, ഇനി നീ അവനെക്കുറിച്ചൊന്നും കരയൊന്നും വേണ്ട. നീ ഒരു കാര്യം ചെയ്യും, ബെത്ലഹേമിലേക്ക് പോ, ഇഷായുടെ ഭവനത്തിൽ ചെല്ലും, ഞാൻ അവിടെ ഒരു രാജാവിനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ തന്നെ പ്രവാചകനായിരിക്കുന്ന ശമൂവേൽ പറയുന്നത് അയ്യോ ഞാനെങ്ങനെ പോകും, ശകുൽ അറിഞ്ഞാൽ എന്നെ കൊല്ലും. കണ്ട, അപ്പോൾ എത്ര പ്രവാചകനെന്ന് പറഞ്ഞാലും ഒരു മാനുഷികമായ ചില ചിന്തകൾ അതിനകത്ത് വരും. ഉടനെ തന്നെ കർത്താവ് അതിനെ തിരുത്തി കൊടുത്തു. അല്ല, നീ ഒരു കാര്യം ചെയ്യും, ഒരു ചെറിയ പശു കിടാവിനെ കൊണ്ട് എനിക്ക് വേണ്ടി അവിടെ യാഗം കഴിക്കുക. അങ്ങനെ ഒരു യാഗം അവിടെ വേണ്ട. എന്നാൽ യഥാർത്ഥത്തിൽ ദൈവം ദാവീദിനെ ഉദ്ദേശിച്ച് തന്നെയാണ് ആ യാഗം അവിടെ നടത്തുന്നത്. സ്തോത്രം. നിങ്ങളത് വായിച്ച് മനസ്സിലാക്കിയാൽ മതി. ഈ പറയുന്നതിൻ്റെ എല്ലാ അർത്ഥം ഈ 2025 ദൈവം നിങ്ങളോട് സംസാരിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നിന്നെ വിളിച്ചിരിക്കുന്നത് ഒരു മെസ്സഞ്ചറായിട്ടാണ്. അതിൻ്റെ അർത്ഥം ഒരു ദേശത്ത് ഒരു ഭവനത്തിൽ നീയാണ് ദൈവത്തെ അറിഞ്ഞെങ്കിൽ ദൈവം നിന്നോട് ഇടപെടും, പരിശുദ്ധാത്മാവ് നിന്നോട് ഇടപെടും. ആ പരിശുദ്ധാത്മാവ് നിന്നോട് ഇടപെടുന്നതിൻ്റെ കാരണം ആ ദേശത്ത് ഉണർവിന് വേണ്ടി, ആ ഭവനത്തിൽ ഉണർവിന് വേണ്ടി, ആ സഭയ്ക്ക് ഒരു ഉണർവിന് വേണ്ടിയാണ്. പക്ഷെ നമ്മളെ ചിന്തകളാൽ, നമ്മളെ പ്രശ്നങ്ങളാൽ, നമ്മളെ വ്യാകുലതകളാൽ, നമ്മുടെ കോപത്താൽ നമ്മളെ കൊണ്ട് തന്നെ സാത്താൻ പണിയും. സ്തോത്രം. നിങ്ങൾ ആ ബൈബിള് 1 ശമൂവേൽ 16, 17, 18 നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ ഒരു പ്രവാചകൻ്റെ പവറിനെ കുറിച്ച് നമുക്ക് കാണാൻ പറ്റും. സ്തോത്രം. 2, ദാവീദിനെ അഭിഷേകം ചെയ്തതിന് ശേഷം ശകുലിൻ്റെ കൂടെയുള്ള ഭൃത്യന്മാർ പറയുന്നുണ്ട് നിൻ്റെ മേലൊരു ഭൂതം വന്നിട്ടുണ്ട്, ദൈവം അയച്ചത്. ഇത് മാറണമെങ്കിൽ കിന്നരം വായിക്കുന്ന ഒരാൾ വേണം. പക്ഷെ ഞാൻ ഒരുവനെ കണ്ടുകൊട്ടെ. അതാ ദാവീദിനെ പറഞ്ഞ, അവന് യഹോവയായ ദൈവം അവനോട് കൂടെയുണ്ട്. കണ്ട, അപ്പോൾ ഒരു പ്രാർത്ഥനക്കാരനെ ദൂരെ നിന്നൊരു വ്യക്തി കണ്ട പറഞ്ഞ ഇവൻ ദൈവത്തിൻ്റെ ആത്മാവുള്ളവനാണ്, പരിശുദ്ധാത്മാവുള്ളവനാണ്. സ്തോത്രം. അല്ലാതെ നമ്മൾ വന്ന് നിൽക്കുമ്പോൾ തന്നെ എന്തൊരു കോപമെന്നറിയാവോ? ഇന്ന് എത്ര പാസ്റ്റർമാരാ തമ്മിൽ സ്നേഹിക്കുന്നത്. അവർ പ്രസംഗിക്കുന്ന പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ തന്നെ മനസ്സരിഞ്ഞ് വല്ലാണ്ടാവും. പക്ഷേ ഈ പ്രസംഗിക്കുന്ന പാസ്റ്റേഴ്സ് മറ്റൊരു പാസ്റ്റർമാരെ കണ്ട ഹൃദയം തുറന്ന് സ്നേഹിക്കുകയോ ഹൃദയം തുറന്ന് ഇറങ്ങി വന്ന് അവർക്കൊരു ഇന്നൊരു ഞങ്ങളുടെ ചർച്ചിലേക്കൊന്ന് വരണം കേട്ടോ, നല്ല മെസ്സേജ് എന്ന് പറഞ്ഞ് ഒന്ന് കെട്ടിപ്പിടിച്ചൊന്ന് കൈ കൊടുത്ത് നടക്കുന്ന എത്ര പാസ്റ്റർമാരുണ്ട്? പറ, എത്ര പാസ്റ്റർമാരുണ്ട്? അതാ ഞാൻ നേരത്തെ പറഞ്ഞേ, സാത്താന് നിന്റെ ഹൃദയം കൈവശമാക്കാൻ കൊടുക്കരുത്. നിന്റെ ഹൃദയത്തെ വളരെ 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 കാത്തു പരിപാലിക്കേണ്ട കടമ നിനക്കുണ്ട്. നിന്റെ ഹൃദയത്തെയാണ്, മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ ഈ കാലഘട്ടത്തിൽ ചിന്തകളാൽ, വ്യാകുലതകളാൽ, കടം, പ്രശ്നം അതിനകത്ത് കുരുങ്ങിക്കിടക്കുകയാണ്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, അപ്പോസ്തല പ്രവൃത്തി വായിക്കുമ്പോൾ പൗലോസ് പറയുന്നു ഞാൻ ആരെ വിശ്വസിക്കുന്നെന്ന് എനിക്കറിയാം,
അവൻ എന്നെ അന്ത്യം വരെ പോറ്റും. എല്ലാ പ്രശ്നത്തിലും എല്ലാ വിഷയത്തിലും പൗലോസ് സ്തോത്രം കർത്താവിനെ മാത്രമാണ് നോക്കുന്നത്. നമ്മളാ കൂട്ടുകാരെ, അയലോകത്തുകാരെ, പാസ്റ്റേഴ്സിനെ, വിശ്വാസികളെ അല്ല. തെറ്റെന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അവർ നമ്മളിരിക്കുന്ന വിഷയത്തെ അല്പം ഭയപ്പെടുത്തി സംസാരിക്കും. ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ദാവീദ് ആ യുദ്ധക്കളത്തിൽ വരുമ്പോൾ ഗോലിയാത്തിൻ്റെ ഒച്ചത്തിലുള്ള സംഭാഷണം കേട്ട് ഇസ്രായേൽ ജയം പേടിച്ചു. പക്ഷെ ദാവീദ് പേടിക്കുന്നില്ല. എന്ത് കാരണം? അവൻ്റെ മേൽ അഭിഷേകം, അവൻ്റെ വിഷമത്തിലും പ്രയാസത്തിലും ദുഃഖത്തിലും ഒറ്റപ്പെടലുകളിലെല്ലാം അവൻ ദൈവത്തിൻ്റെ അടുത്തെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ അവൻ്റെ ആരുടെ ഇഷായിയുടെ ഭവനത്തിൽ ഒരു രാജാവിനെ കണ്ടിരിക്കുന്നു. കണ്ട, എന്തുകൊണ്ട്? ആ വേദനയുടെ നേരത്തും ദാവീദിൻ്റെ ഹൃദയവും ദൈവത്തിങ്കിലേക്ക് പതിഞ്ഞു. സ്തോത്രം, ഹല്ലേലൂയ. നമ്മളെന്ന് ചിന്തിച്ചു നോക്കുക. അതാ പറഞ്ഞേ, നമ്മളൊന്ന് ഉണരണം, നമ്മളൊന്ന് മനസ്സിലാക്കണം. ഭൂതത്തെ പുറത്താക്കാൻ കഴിയാത്തതെന്ത്? നന്നായി പ്രാർത്ഥിക്കാൻ കഴിയാത്തതെന്ത്? എൻ്റെ സഭ വളരാൻ അനുവദിക്കാത്തതെന്ത്? ഞങ്ങളുടെ കൂടെ നിൽക്കുന്നവരെ തെറ്റിക്കുന്നത് ആര്? ഭാര്യയും ഭർത്താവിനെയും തമ്മിൽ തല്ലിപ്പിക്കുന്നത് ആര്? ഞങ്ങളുടെ മക്കളെ ഞങ്ങളോടൊപ്പം പ്രാർത്ഥിക്കാൻ അനുവദിക്കാത്തത് ആര്? മറ്റൊരു പാസ്റ്ററിനെ കൊണ്ടുവന്ന് ഇരുത്തിയല്ല നീ ചോദിക്കേണ്ടത്. നീ പ്രാർത്ഥിച്ച് ദൈവവചനത്തിനകത്തിറങ്ങുമ്പോൾ ദൈവം ഒരു ദൂതനെ അയക്കും. അതാ പാസ്റ്റേഴ്സ്. ഏമേൻ. ഇല്ലെങ്കിൽ ദൈവവചനത്തിൽ കൂടി നിന്നോട് സംസാരിക്കും, നിന്നെ കൊണ്ട് തന്നെ തിരിച്ചടിക്കും. ഏമേൻ, ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ നാവെടുത്ത് എന്തും സംസാരിച്ചു കളയരുത്. പരിശുദ്ധാത്മാവ്, ആ പേര് പരിശുദ്ധാത്മാവെന്നാണ്. ആ പരിശുദ്ധാത്മാവ് നിന്റെ ഹൃദയത്തിൽ ഇടപെടുന്നത് മാത്രം നീ സംസാരിക്കുക. അത് വീട്ടിലാകട്ടെ, റോഡിലാകട്ടെ, കൂട്ടുകാരുടെ അടുത്താകട്ടെ, അവിടെ അത് ശ്രദ്ധിക്കും. ഇത് മറ്റതങ്ങനെയല്ല. സംഘർഷണ മനോഭാവം, രാവിലെ എണീക്കുമ്പോൾ തന്നെ ദേഷ്യം, ഇന്നലത്തെ കാര്യം ആലോചിച്ചുകൊണ്ടുള്ള ദേഷ്യം, ഇങ്ങനെയൊക്കെ ഇരുന്ന പരിശുദ്ധാത്മാവ് എവിടെ സംസാരിക്കും? എന്നെ ഇതിൽ കൂടി കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് പറയേണ്ടത് വളരെ വ്യക്തമായി പറയുന്ന, ശമൂവേല് ദൈവസന്നിധിയിൽ കുഞ്ഞുനാൾ മുതലേ വളർന്ന വ്യക്തിയാണ്. ഏമേൻ. ആ ശമൂവേലിനെ പോലും തെറ്റിച്ച് കളയത്തക്ക നിലവാരത്തിൽ തൻ്റെ ചിന്തയോട് സംസാരിച്ചെങ്കിൽ നമ്മൾ എത്രത്തോളം ഇതാരെയും ഇൻസൾട്ടിങ് അല്ല. ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ ഈ വചനങ്ങൾ കേട്ടിട്ട് എന്നെ തള്ളിക്കളയരുത് പ്ലീസ്. പറഞ്ഞത് മനസ്സിലാക്കുക. എന്നെക്കാളും നല്ല വിവരവും വിദ്യാഭ്യാസവും പഠിത്തമുള്ളവരാണ് ഇത് കേട്ടോണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് ചിന്തിക്കും, എന്തിനാ നിന്നെ ദൈവം വിളിച്ചേ? എന്തിനാ നിന്നെ യേശു വിളിച്ചേ? പറ, എന്തിനാ വിളിച്ചേ? ശൗലും കേട്ട് ഇല്ലേ? ശൗൽ എന്താ പറഞ്ഞേ? പ്രാർത്ഥിച്ചിട്ടൊന്നും ശൗലിന് ഒരു കാര്യവും നടക്കുന്നില്ല, തോറ്റോടുന്നതല്ലാതെ. സംഭവം എന്തുവാ? ശൗൽ മനുഷ്യൻ്റെ വാക്ക് കേട്ട് മാത്രമാണ് അവൻ നടന്നത്. എന്നാൽ ശമൂവേൽ അങ്ങനെയല്ല. കുഞ്ഞുനാൾ മുതൽ ദൈവശബ്ദം കേട്ട് ദൈവം ആരെന്നറിഞ്ഞ് മുമ്പിലോട്ട് നടന്ന്. അതേപോലെ തന്നെയാണ് ദാവീദും. മനസ്സിലാക്കുക. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒന്ന് ഞാൻ നിങ്ങളടുത്ത് പറയാം, നിങ്ങളൊരു പ്രാർത്ഥനക്കാരനാണ്. പരിശുദ്ധാത്മാവ് തരുന്നത് ജനത്തോട് സംസാരിക്കുക. ജനത്തിന് വേണ്ടത് മാനസാന്തരമാണ്. ഈ ഭൂമിയിലുള്ള വിഷയത്തിനകത്തൊക്കെ ദൈവം നിനക്ക് വലിയത് ചെയ്തു തരാതെ ഒന്നും ഇരിക്കത്തില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ സ്തോത്രം ദൈവ മക്കളോട് എനിക്ക് പറയാനുള്ളത്, നിനക്കൊരു സ്വർഗം ഉണ്ട്. ഈ ഭൂമിയിൽ നീ ദൈവവചനം വായിച്ച് ജ്ഞാനത്തോടെ, ദൈവത്തിൻ്റെ ജ്ഞാനത്തോടെ നീയും നിൻ്റെ കുടുംബത്തെയും കാത്തു പരിപാലിക്കാൻ നീ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. കോപമില്ലാത്ത മനുഷ്യനില്ല. പക്ഷേ സൂര്യൻ ഉദിക്കുന്നത് വരെ അസ്തമിക്കുന്നത് വരെ എന്ത് ചെയ്യരുത്? അത് വെച്ചോണ്ടിരിക്കരുത്. സാത്താൻ ഇടം കൊടുക്കരുത്. വളരെ ശ്രദ്ധിക്കുക. സ്തോത്രം. കാരണം നമ്മളുടെ ഇന്നത്തെ നിലവാരം നിങ്ങൾ നോക്കുക. ഇന്നത്തെ സഭകൾ എങ്ങനെ മുമ്പോട്ട് പോകണം നോക്കുക. എല്ലാം മാനുഷികമായി നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പാട്ടാകട്ടെ, ആരാധനയാകട്ടെ, പ്രസംഗങ്ങളാകട്ടെ, ജനത്തെ ഇഷ്ടപ്പെടുത്തുന്ന രീതിയിൽ മാനസാന്തരം, സ്വർഗരാജ്യം, മാനസാന്തരപ്പിടിവ് എന്ന യേശു പോലും പ്രസംഗിച്ചു. അതുകൊണ്ട് ഇതിനാരെ കുറ്റപ്പെടുത്തുന്നതല്ല, പ്രവചനം തെറ്റെന്നല്ല. എവിടെ പ്രവാചകൻ ഉണ്ടെന്നും പറഞ്ഞ് നീ ഓടരുത്. സ്തോത്രം. അവസാനം പ്രവാചകൻ നിന്റെ ഹൃദയത്തിൽ കുടിയിരിക്കും. നിന്റെ ഹൃദയത്തിൽ ഇരിക്കേണ്ടത് യേശു. നിങ്ങൾ എൻ്റെ മന്ദിരവും നിങ്ങളിൽ വസിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവും. ഹല്ലേലൂയ. വളരെ താഴ്മയോട് പറയുന്ന ഈ 2 വചനങ്ങൾ നിങ്ങൾ വായിക്കുക. ഏതൊക്കെയെന്നറിയാമോ? 1 ശമൂവേൽ 16-17 2 അധ്യായവും നിങ്ങൾ മനസ്സ് കൊടുത്ത് വായിക്കുക. തള്ളപ്പെട്ട സഹോദരങ്ങളാൽ തള്ളപ്പെട്ട ഹൃദയം ഒരുപാട് മുറിഞ്ഞൊരു മനുഷ്യനല്ലേ ദാവീദ്. പക്ഷെ അവൻ്റെ ഹൃദയത്തിന് ആ പകയില്ല. പകയുണ്ടായിരുന്നെങ്കിൽ ദൈവം അവനോട് സംസാരിക്കില്ല, ഇടപെടില്ല, ദൈവം അവനെ തിരഞ്ഞെടുക്കില്ല. നിങ്ങൾ ആലോചിക്കുക, ചിന്തിക്കുക. ദൈവം ഈ വചനങ്ങളാൽ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ആമേൻ.